ദ ജേർണലിസ്റ്റിലേക്ക് പശ്ചിമേഷ്യയിൽ യുദ്ധം അതിശക്തമായി വ്യാപിക്കുന്നുവെന്നും യുദ്ധക്കളമായി തന്നെ പശ്ചിമേഷ്യ മാറാൻ പോകുന്നുവെന്നുമുള്ള അപകടകരമായ സൂചനകൾ നൽകിക്കൊണ്ട് ഏറ്റവും പുതിയ റിപ്പോർട്ട് ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത് ഇറാഖിലെ ഇസ്രായേലിന്റെ ചാര സംഘടന മൊസാദിന്റെ ആസ്ഥാനം തകർത്തു കളഞ്ഞിരിക്കുന്നു എന്നാണ്. ഈ ആക്രമണത്തിന് പിന്നിൽ തങ്ങളാണ് എന്ന് ഇറാൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നു. നിരവധി ആളുകൾ മരിച്ചിരിക്കുന്നു എന്നും ആ വിഷയത്തിൽ US, അമേരിക്ക അപലപിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നു എന്നുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് യുദ്ധത്തിന്റെ തലം മാറുകയാണ്. ഇസ്രായേലിനെതിരെ അതിശക്തമായ ആക്രമണം നടത്തുമെന്ന് പ്രഖ്യാപിച്ച ഇറാൻ അത് ചെയ്തു കാണിച്ചിരിക്കുകയാണ്. ഇന്നേ ദിവസം തന്നെ പുറത്തു വന്നിരിക്കുന്ന മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് ഇന്നലെ വൈകിട്ടോടെ ലോകത്തെ എല്ലാ മാധ്യമങ്ങളിലും വന്നൊരു വാർത്ത. അത് ഹൂത്തികൾ അമേരിക്കയുടെ ചരക്കു കപ്പൽ, ഇസ്രായേലിലേക്കുള്ള അമേരിക്കൻ ചരക്കു കപ്പൽ മിസൈലിട്ട് തകർത്തു കളഞ്ഞു എന്നുള്ളതായിരുന്നു. അതിന്റെ അലയൊലികൾ ഒടുങ്ങും മുമ്പാണ് ഇതാ ഇപ്പോൾ വന്നിരിക്കുന്നു. ഇറാഖിൽ നിന്ന് ഇസ്രായേലിന്റെ ചാര സംഘടനയായ മൊസാദിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ആസ്ഥാനം തകർത്തിരിക്കുന്നു എന്ന വാർത്തയുടെ വിശദാംശങ്ങൾ പരിശോധിക്കുമ്പോൾ ടെഹ്റാനിൽ നിന്നാണ് ഈ വാർത്ത അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാഖിന്റെ സ്വയംഭരണ പ്രദേശമായ കുർദിസ്ഥാന്റെ തലസ്ഥാനമായ എർബിലിലെ ഇസ്രായേലി രഹസ്യാന്വേഷണ കേന്ദ്രം ആക്രമിച്ചതായി ഇറാൻ സായുധ സേനയുടെ ഭാഗമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അതായത് IRGC അറിയിച്ചിരിക്കുന്നതാണ് ഈ വാർത്ത. IRGCയെ ഉദ്ധരിച്ച് ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ IRNA ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്നാണ് പുറത്തു വന്നിരിക്കുന്ന വിവരം. അതായത് ഈ ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് എന്ന് പറയുന്ന IRGC അവർ നേരത്തെ തന്നെ ഒരു മുന്നറിയിപ്പ് ശക്തമായി തന്നെ നൽകിയിരുന്നതാണ്. ഇവർ ഹമാസിന് കത്തയച്ചുകൊണ്ട് ഞങ്ങൾ എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്യുന്നു എന്ന് പറഞ്ഞവരാണ്. എന്ന് മാത്രമല്ല, ഇറാന്റെ സൈനിക ഉപദേഷ്ടാവിനെ കൊലപ്പെടുത്തിയതിനുള്ള ശക്തമായ തിരിച്ചടി അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഒക്കെ വരാൻ പോകുന്നു എന്ന് പറഞ്ഞവരാണ് ഇവരാണ്. അല്ലെങ്കിൽ ഈ IRGCയുടെ നേതൃത്വത്തിലാണ് ഒരു തിരിച്ചടി പദ്ധതി ഇട്ടിരുന്നത് എന്ന് നേരത്തെ തന്നെ വാർത്തകൾ ഉണ്ടായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. ഇത് പശ്ചിമേഷ്യയെ സംബന്ധിച്ച് വലിയ തരത്തിലുള്ള ചർച്ചകൾക്ക് വിധേയമാകുന്ന ഒരു സംഭവമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ യുദ്ധം വ്യാപിക്കുകയാണ്. ഇത് ഗസയിൽ ഒതുങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ ഇസ്രായേൽ ഗസ യുദ്ധം എന്ന നിലയിൽ മാത്രം നമ്മൾ ഫ്രെയിം ചെയ്തിരുന്ന ഒരു യുദ്ധം അല്ലാതായി മാറുന്നു. എല്ലായിടങ്ങളിലും ഇത് വ്യാപിക്കുകയാണ്. അതായത് ഹൂത്തികൾ യമനിലേക്ക് അമേരിക്കയും UK ചേർന്ന് ആക്രമണം നടത്തുന്നു. ഹൂത്തികൾ തിരിച്ച് അമേരിക്കയുടെ കപ്പൽ തകർക്കുന്നു. ഹിസ്ബുള്ള ശക്തമായി തന്നെ ഇസ്രായേലിനെതിരെ നോർത്തേൺ ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തുന്നു. ലെബനൻ ആ രാജ്യം ഇതിന്റെ ഭാഗമാകുന്നു. ഇറാഖ്, സിറിയ ഒക്കെ ഇപ്പോൾ യുദ്ധത്തിലേക്ക് കടക്കുകയാണ് അല്ലെങ്കിൽ യുദ്ധത്തിന്റെ ഭാഗമാവുകയാണ്. അതുപോലെ തന്നെ ഇസ്രായേലിനെതിരെ വളഞ്ഞിട്ടടിക്കുക എന്ന ലക്ഷ്യത്തോടെ ഹമാസും മുൻനിരയിൽ തന്നെയുണ്ട്. അതായത് ഇറാൻ നേരത്തെ തന്നെ ഇസ്രായേലിനെതിരെ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചിരുന്നു. ഇസ്രായേൽ ഗസയിലേക്ക് നടത്തുന്ന മനുഷ്യക്കുരുതിക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം നടത്തുമെന്നാണ് ഇറാൻ പറഞ്ഞിരുന്നത്. അങ്ങനെ ഇറാനാണ് ഈ ഹൂത്തികൾക്കും ഇസ്രായേൽ വിരുദ്ധ ചേരിയിൽ നിൽക്കുന്ന ഹിസ്ബുള്ളയ്ക്കും ഹമാസിനും ഒക്കെ വലിയ പിന്തുണ കൊടുത്തിരുന്നത് എന്ന് കൃത്യമായി തന്നെ ഇസ്രായേലും കണ്ടെത്തിയിരുന്നു. അല്ലെങ്കിൽ ഇസ്രായേൽ അത് പറഞ്ഞിട്ടുമുണ്ട്. ബെഞ്ചമിൻ നെതന്യാഹു ആയാലും യോ ഗലാന്റ് ആയാലും ഒക്കെ ഇത്തരത്തിൽ അവരുടെ പ്രസ്താവനകളിലൊക്കെ കൃത്യമായി തന്നെ എടുത്തു പറഞ്ഞിട്ടുണ്ട് ഈ ഇറാന് തങ്ങൾക്കെതിരായ നീക്കത്തിലുള്ള പങ്ക്. അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഖസീം സുലൈമാനി എന്ന അവരുടെ മുൻ സൈനിക ഉപദേഷ്ടാവിനെ അല്ലെങ്കിൽ പഴയ സൈനിക ഉപദേഷ്ടാവിനെ, അവർ തലവനെ, പ്രധാനപ്പെട്ട നേതാവിനെ 2018 മറ്റോ കൊന്നതിന് പിന്നിൽ, ആ കൊലപാതകത്തിന് പിന്നിൽ അമേരിക്കയും ഇസ്രായേലുമാണെന്ന് ഇറാൻ വിശ്വസിക്കുന്നുണ്ട്. അതിന് പിന്നാലെയാണ് ഇറാന്റെ പുതിയ സൈനിക നേതാവിനെ ഈ അടുത്ത് കൊലപ്പെടുത്തിയത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ തീർച്ചയായും ഇറാൻ പ്രതികരിക്കും, തിരിച്ചടിക്കുമെന്ന് വ്യക്തമായിരുന്നു. അത് തിരിച്ചടി എന്ന് പറയുന്നത് ഇസ്രായേലിലെ ചാര സംഘടനയായ മൊസാദിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്കാണ് ആക്രമണം ഉണ്ടായത്. ആക്രമണത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പരിശോധിക്കുമ്പോൾ ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സ് സിറിയയിലും കുർദിസ്ഥാൻ മേഖലയിലും ഒന്നിലധികം മിസൈൽ ആക്രമണം നടത്തിയെന്നാണ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. ആക്രമണത്തിൽ 4 പേർ കൊല്ലപ്പെടുകയും 6 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഇറാഖിലെ കുർദിസ്ഥാൻ സുരക്ഷാ കൗൺസിൽ അറിയിച്ചിട്ടുണ്ട്. കൊല്ലപ്പെട്ടവരിൽ പ്രമുഖ വ്യവസായി പെഷറോ ദിസായിയും ഉൾപ്പെടുന്നുവെന്ന് കുർദിസ്ഥാൻ ഡെമോക്രാറ്റിക് പാർട്ടിയും അറിയിച്ചിട്ടുണ്ട്. ഇതാണിപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വരുന്ന ന്യൂസ് ഫീഡ്. ഇത് മലയാളത്തിലെ ചില പ്രമുഖ മാധ്യമങ്ങളിലും ഇതിപ്പോൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. കുർദിസ്ഥാനിലെ മൊസാദിന്റെ ആസ്ഥാനമെന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ചാരപ്രവർത്തനങ്ങൾ വികസിപ്പിക്കുന്നതിനും മേഖലയിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനുമുള്ള കേന്ദ്രമായി പ്രവർത്തിച്ച ആസ്ഥാനമാണ് ഞങ്ങൾ ആക്രമിച്ചത് എന്നാണ് IRGC പ്രസ്താവനയിൽ പറയുന്നത്. ഗസയിലെ ഇസ്രായേൽ ആക്രമണത്തിന് മറുപടിയായിട്ടാണ് ആക്രമണമെന്നും പ്രസ്താവനയിൽ പറയുന്നുണ്ട്. അതായത് യുദ്ധം ഒരു വലിയ
വലിയ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ ഹൂത്തികളാണെങ്കിലും ഈ പറയുന്ന ചെങ്കടലിൽ നടത്തുന്ന ആക്രമണങ്ങൾക്കൊക്കെ അവർ കാരണമായി പറയുന്നത് അവരുടെ പേഴ്സണൽ ഇഷ്യൂ അല്ല, അല്ലെങ്കിൽ ഹൂത്തികൾക്ക് നേരെ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം ഉണ്ടായതിൻ്റെ പ്രത്യാക്രമണം എന്ന നിലയിലല്ല ഹൂത്തികൾ ചെങ്കടലിൽ ഈ കണ്ട പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയത്. അവരിത് മുഴുവൻ ഉണ്ടാക്കുന്നത് ആർക്കു വേണ്ടിയാണ്? പലസ്തീനിലെ ജനതയ്ക്ക് വേണ്ടിയാണ്, സ്വതന്ത്ര പലസ്തീന് വേണ്ടിയാണ്. ഗസയിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾ അവസാനിപ്പിക്കണം എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഹൂത്തികളാണെങ്കിലും ആക്രമണം നടത്തുന്നത്. ഇനി ഹിസ്ബുള്ളയുമാകട്ടെ ലെബനനിൽ നിന്ന് ആക്രമണം തുടങ്ങിയത് അവരുടെ പേഴ്സണൽ ഇഷ്യൂ പരിഹരിക്കാനല്ല, മറിച്ച് ഗസയിലെ ജനങ്ങൾക്ക് വേണ്ടി, പലസ്തീനികൾക്ക് വേണ്ടി, ഫ്രീ പലസ്തീന് വേണ്ടി, പലസ്തീൻ കോസിന് വേണ്ടി. അതാണ് അവരും ആക്രമണം നടത്താനുള്ള കാരണമായി പറഞ്ഞിരുന്നത്. ഇറാൻ ഇതിന്റെ ഭാഗമായത് ഖസീം സുലൈമാനിയെ വധിച്ചതുമായി ബന്ധപ്പെട്ടൊരു പക അവർക്കുണ്ട്. അതുപോലെ തന്നെ അവരും ഗസയ്ക്ക് വേണ്ടി തന്നെയാണ് ഈ യുദ്ധരംഗത്ത് ഇറങ്ങിയത്. ഹമാസിന്റെ ആളുകളാകട്ടെ അവരും ആദ്യം മുതലേ പറയുന്നത് നിങ്ങൾ ഗസയിലേക്കുള്ള ആക്രമണം നടത്തൂ, സ്വതന്ത്ര പലസ്തീൻ എന്ന ആശയത്തെ അംഗീകരിക്കൂ, നിങ്ങൾ പലസ്തീൻ എന്ന ആശയത്തെ അല്ലെങ്കിൽ ആ രാഷ്ട്രത്തെ അംഗീകരിച്ചാൽ, പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമാക്കി കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊക്കെ ഇവിടെ പരിഹരിക്കുമെന്നാണ് തുടക്കം മുതലേ ഹമാസും പറയുന്നത്. ഇനി അറബ് രാജ്യങ്ങളുടെ നിലപാട് നോക്കുക. അവരാണെങ്കിലും പറയുന്നത്, ഇസ്രായേലിനോട് പറയുന്നത്, നിങ്ങൾ സ്വതന്ത്ര പലസ്തീൻ അംഗീകരിക്കൂ. ഈ അടുത്ത് യു എ തലവൻ പോലും പറഞ്ഞു, ഇപ്പോൾ യു എയുടെ പരമാധികാരിയും നെതന്യാഹുവിനോട് പറഞ്ഞതായി വാർത്തകൾ വന്നിരുന്നു, നിങ്ങൾ പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കൂ, പ്രശ്നം കഴിഞ്ഞു, പിന്നെ എല്ലാ കാര്യത്തിലും പലസ്തീനിലെ മുഴുവൻ കാര്യങ്ങളും അറബ് രാജ്യങ്ങൾ നോക്കിക്കോളാം, അവിടെ നിങ്ങൾ തകർത്തിട്ട കെട്ടിടങ്ങൾ ഞങ്ങൾ റീബിൽഡ് ചെയ്യാം, അവിടെ വേണ്ട ആവശ്യങ്ങളും സഹായങ്ങളും ഒക്കെ ഞങ്ങൾ കൊടുത്തോളാം, നിങ്ങൾ ഈ അധിനിവേശം എന്ന് പറയുന്ന പരിപാടി നിർത്തിയിട്ട് വീട്ടിൽ പോകാൻ നോക്കൂ, ഞങ്ങൾ പരിഹരിക്കാമെന്ന നിലയിൽ തന്നെയായിരുന്നു അറബ് രാജ്യങ്ങൾ, പ്രത്യേകിച്ച് യു എയുടെയൊക്കെ നിലപാട് ഈ അടുത്ത് പുറത്തു വന്നത്. അതുപോലെ തന്നെ ഈ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സംഭവ വികാസങ്ങളിലൊക്കെ അമേരിക്കയോടായാലും ഈ പറയുന്ന എല്ലാവരും പറയുന്നത് യുദ്ധം അവസാനിപ്പിക്കൂ. ഗസയിൽ 24,000 മരണം, ഇനിയും എങ്ങോട്ടാണ്? നിങ്ങൾക്ക് നേടേണ്ടതൊന്നും നിങ്ങൾ നേടിയില്ല, ബന്ദികളെയും കിട്ടിയില്ല, ഹമാസിന്റെ തലവന്മാരെയും കിട്ടിയില്ല, ഹമാസിന്റെ തുരങ്കങ്ങളും കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ല. പിന്നെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്? കുറെ സാധാരണക്കാരെ കൊല്ലാൻ വേണ്ടി യുദ്ധമെന്ന പേരിട്ടിട്ട് ഈ ഭീരുത്വവും ഈ ആക്രമണോത്സുകതയും മനുഷ്യത്വ വിരുദ്ധതയും നിങ്ങൾ കാണിക്കുന്നത് എന്തിനാണ്? ഇതാണ് ഈ ജനങ്ങൾ, ഈ ലോകം മുഴുവൻ ചോദിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇസ്രായേൽ അതിനെ ചെവിക്കൊണ്ടില്ല. അങ്ങനെ ചെവിക്കൊള്ളാതെ പോയപ്പോൾ ഓരോ ഭാഗത്ത് നിന്ന് അടി തുടങ്ങി. ആ അടി തുടങ്ങിയപ്പോൾ ഇസ്രായേൽ അതിനൊക്കെ എതിരെ നിൽക്കാൻ തുടങ്ങി. അമേരിക്ക ബാക്ക് സപ്പോർട്ടുമായി ചെങ്കടലിലേക്ക് ഇറങ്ങുകയും ചെയ്തു. ഇപ്പം എന്താ സംഭവം? അടിയോടടിയാണ്, യുദ്ധം തന്നെയാണ്, യുദ്ധം വ്യാപിക്കുകയാണ്. ഇത് പശ്ചിമേഷ്യ മാത്രമൊന്നുമല്ല, ലോകത്തെ മുഴുവൻ പിടിച്ചു കുലുക്കും, ലോക സമ്പദ് വ്യവസ്ഥ തകർന്നടിയുന്നതിന് കാരണമാകും, ചരക്ക് നീക്കം സ്തംഭിക്കും. ഇനി ജിബ്രാൾട്ടർ കടലിൽ കൂടി ഇറാൻ കയറി പിടിച്ചാൽ ഇപ്പോൾ ഇറാൻ എന്തും ചെയ്യാം എന്ന ലെവലിലേക്ക് വന്നിട്ടുണ്ട്. അതാണ് ഇപ്പോൾ കാണുന്ന ഈ യുദ്ധത്തിന്റെ അല്ലെങ്കിൽ ഈ വാർത്തകൾ സൂചിപ്പിക്കുന്നത്. അതായത് മൊസാദ് എന്ന ഏറ്റവും വലിയ ചാരസംഘടനയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് വരെ അടിച്ചു പൊട്ടിക്കുകയാണ്. അപ്പൊ ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? ഇറാൻ ശക്തമായി കളത്തിലിറങ്ങിയിരിക്കുന്നു. ഇറാന്റെ ഒരു പടക്കപ്പൽ ചെങ്കടലിൽ കിടപ്പുണ്ട്. അതുപോലെ ജിബ്രാൾട്ടർ കടലെടുത്ത് ഞങ്ങൾ ഉപരോധിക്കും, അല്ലെങ്കിൽ ഞങ്ങൾ അതിലുള്ള കപ്പലിന്റെ യാത്രകളും അവസാനിപ്പിക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. ഇത്രയും കാലം ഇറാൻ പ്രത്യക്ഷത്തിൽ ഇറങ്ങിയിരുന്നില്ല, ഇപ്പതാ പ്രത്യക്ഷത്തിൽ ഇറങ്ങിയിരിക്കുകയാണ്. ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് എന്ന് പറയുന്ന ഈ ടീം, ഇവര് നേരത്തെ മുതൽ തന്നെ മുന്നറിയിപ്പുകളുമായി രംഗത്തുണ്ടായിരുന്നു. ഗസയിൽ നിന്ന് പിന്നോട്ട് പോയില്ലെങ്കിൽ അവർക്ക് വലിയ പ്രശ്നമുണ്ടാകും, നിങ്ങൾ സൂക്ഷിക്കണം, ഇസ്രായേൽ പിന്തിരിഞ്ഞു പോകുന്നതാണ് നല്ലതെന്നൊക്കെ ഇവർ നിരന്തരമായി പറഞ്ഞിരുന്നതാണ്. പക്ഷേ അന്ന് ആരും അതിനെ കാര്യമായിട്ട് എടുത്തില്ല. ഇറാൻ അങ്ങനെ പ്രത്യക്ഷമായിട്ട് ഇറങ്ങില്ല. ഖസീം സുലൈമാനിയെ കൊന്നു, മറ്റൊരു സൈനിക ഉപദേഷ്ടാവിനെ കൂടി കൊന്നു, ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഇറാൻ ഒന്നും കളിക്കാൻ സാധ്യതയില്ല എന്നൊക്കെ കരുതിയിരുന്നവരുണ്ടായിരുന്നു. പക്ഷേ കണക്കുകൂട്ടലുകളൊക്കെ തെറ്റാണ്. ഇവിടെ പ്രധാനമായി നമ്മൾ കാണേണ്ട കാര്യം, ഈ ലോകശക്തികൾ എന്ന് പറയുന്നവരുടെ ഒക്കെ കണക്കുകൂട്ടലുകളെ തെറ്റിക്കൊണ്ടിരിക്കുക. ഇറാഖിൽ അമേരിക്കയുടെ സൈനിക ബേസിന് നേരെ തുടർച്ചയായ ആക്രമണം നടത്തുന്ന അവിടുത്തെ ഒരു ചെറിയ സംഘം. ഹൂത്തികൾ എത്ര ചെറിയ സംഘമാണ്? ഹമാസ് 50,000 പേരോ മറ്റേ ഉള്ളൂ. ഇപ്പോൾ 10,000 9,000 പേരെ കൊന്നു, 10,000-ത്തിനടുത്ത് പേരെ കൊന്നു എന്ന് ഇസ്രായേൽ പറയുമ്പോൾ ഇനി ഒരു 40,000 പേരുണ്ടാവും. പക്ഷെ അവരെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അതേസമയം ഹമാസ് എന്ന ആശയത്തിന് അവിടെ സ്വീകാര്യത ഏറുന്നു എന്ന റിപ്പോർട്ടുകളാണ് വരുന്നത്. ഹിസ്ബുള്ള എത്ര വലിയ സംഭവം? ഒന്നുമില്ല, ചെറിയൊരു ടീമാണ്. പക്ഷെ അവർ ഉണ്ടാക്കുന്ന പ്രഹരശേഷി, അവരുടെ ആക്രമണ ശൈലി, അതൊക്കെ ഈ വൻ ശക്തികളെ വിറപ്പിക്കുക. അതാണിപ്പോൾ കണ്ടത്. മൊസാദിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്ന അവരുടെ പ്രധാനപ്പെട്ട ആസ്ഥാനം തകർത്തു എന്ന് പറയുമ്പോൾ അതിനപ്പുറം എന്താണ് ഇറാനാണ് ചെയ്യുന്നത്? ഇറാനെ കൊണ്ട് ഒന്നിനും പറ്റില്ല എന്ന് കരുതിയിരുന്നവരാണ്. ഇറാൻ ഒന്നും ചെയ്യില്ല, അവർ പറച്ചിൽ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നവരാണ് എല്ലാവരും. പക്ഷെ ഇപ്പം എന്താ കാണുന്നത്? മൊസാദിന്റെ ഓഫീസ് വരെ അടിച്ചു പൊടിക്കുക. ഇതുകൊണ്ടാണ് പറഞ്ഞത് യുദ്ധം വളരെ സങ്കീർണമായ അവസ്ഥയിലേക്ക് പശ്ചിമേഷ്യ മൊത്തം വ്യാപിക്കുക. ഇതിന്റെ ദോഷഫലങ്ങൾ എല്ലാവരും അനുഭവിക്കും. ഞാൻ ആദ്യ വീഡിയോകൾ തൊട്ടേ പറയുന്നുണ്ട്, യുദ്ധം അവസാനിക്കണം. യുദ്ധം അവസാനിച്ചില്ലെങ്കിൽ ഈ ലോകത്തിന് സമാധാനം ഉണ്ടാകില്ല. ലോകത്തിന് സമാധാനം നൽകിയ ഒരു യുദ്ധവും ഉണ്ടായിട്ടുമില്ല. അപ്പം അതുകൊണ്ട് യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഇടപെടലുകൾ ഇനിയും വൈകിയാൽ നമ്മൾ കരുതുന്നതിലും വലിയ ഒന്നായി ഇത് മാറും.
വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകും, മനുഷ്യക്കുരുതികൾ ഉണ്ടാകും, എല്ലാ കൂട്ടർക്കും ഇത് ബുദ്ധിമുട്ടാകും. അതോടൊപ്പം ചെങ്കടലിലെ പ്രതിസന്ധി തുടരുകയും ജിബ്രാൾട്ടർ കടലിടുക്കിലേക്കൊക്കെ ഇത് വ്യാപിക്കുകയും ഒക്കെ ചെയ്താൽ, കടലിലും യുദ്ധം കൊടുമ്പിരിക്കൊണ്ടാൽ ചരക്ക് നീക്കങ്ങൾ സ്തംഭിക്കുന്ന അവസ്ഥയിലേക്ക്, സമ്പദ് വ്യവസ്ഥ തകരുന്ന വിധത്തിലേക്ക്, പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. അതെല്ലാവർക്കും ദോഷം ചെയ്യും. എന്തായാലും ഇറാൻ പറഞ്ഞത് പ്രവർത്തിച്ചിരിക്കുന്നു, ലോകത്തെ ഞെട്ടിച്ചിരിക്കുന്നു. യുദ്ധം പുതിയ തലത്തിലേക്ക് കൊണ്ടുപോകുന്ന വിധത്തിൽ ഇറാൻ ഇറങ്ങി കളിച്ചിരിക്കുന്നു, വലിയ ആക്രമണം നടത്തിയിരിക്കുന്നു. മൊസാദിന്റെ ആസ്ഥാനം, അതായത് ഇറാഖിലെ കേന്ദ്രം വരെ തകർക്കുന്ന വിധത്തിലേക്ക് ഇറാൻ ഇറങ്ങുമ്പോൾ ഒന്നുറപ്പാണ്, ഇത് നിർത്താനുള്ള കളിയല്ല, ഇതെന്തിൻ്റെയോ തുടക്കമാണ്. കാത്തിരുന്ന് കാണാം എന്താണ് ഇനി സംഭവിക്കുക എന്ന്.